ഹലോ ഗായ്സ്, വെൽക്കം ടു ഓസ്ട്രേലിയൻ സീരീസ്. അപ്പോൾ ഇതാണ് പുല്ലുവെട്ടൽ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വീടിൻ്റെയും നമ്മുടെ പുറത്തെ ഡ്രൈവേയുടെയൊക്കെ അവസ്ഥ. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ടും മേനയായിട്ടും നല്ല വെടുപ്പായിട്ടും വെട്ടി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൗൺസിലിൻ്റെ നിന്ന് നല്ല അടിപൊളി ഫൈൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്വേ അല്ലെങ്കിൽ ഡ്രൈവേയിലൊന്നും നമ്മൾ ഒരു ചേഞ്ചസും വരുത്താൻ പാടില്ല. അതായത് ആ കല്ലുകൾ മാറ്റാനോ ഒരു രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല വിത്തൗട്ട് ദ കൗൺസിൽ പെർമിഷൻ. പിന്നെ അതുപോലെ തന്നെ ഈ പുല്ല് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ പെബിൾസും അങ്ങനെയൊക്കെ ആക്കാം, ബട്ട് എവറിത്തിങ് നീഡ്സ് എ കൗൺസിൽ പെർമിഷൻ. പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്തെ ലോണിൽ നമുക്ക് എന്ത് മാറ്റങ്ങളും വരുത്താം, പക്ഷേ അതിനും അതിൻ്റേതായ പെർമിഷൻസും പെർമിറ്റ്സും ഒക്കെ നേടിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലോൺ, അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഡ്രൈവേ പാത്തും നേച്ചർ സ്ട്രിപ്പും എന്ന് പറയുന്ന ആ ഒരു ചെറിയ പാത്ത് ഓഫ് ലോണും എപ്പോഴും ക്ലീൻ ആക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്ക് യാർഡിൻ്റെ അവസ്ഥ. നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തെളിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഒരു ചെറിയ മഴ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വളരും. പുല്ലല്ലേ സംഭവം, വളരാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കൗൺസിലിൻ്റെ ഈ പാത്വേയിലൊക്കെ നമുക്ക് ട്രീസൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അകത്തേക്കുന്ന ട്രീസാണ്, അത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. ബട്ട് പാത്വേ അല്ലെങ്കിൽ ഡ്രൈവേയിൽ ചില ട്രീസ് ഉണ്ടാവും, അതൊന്നും നമുക്ക് ട്രിം ഡൗണോ ഒന്നും ചെയ്യാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല. അതെല്ലാം കൗൺസിലിൻ്റെ പ്രോപ്പർട്ടിയാണ്, സ്ട്രിക്ട്ലി കൗൺസിൽ പ്രോപ്പർട്ടി.